എങ്ങോട്ടാ? വഴി തടയണില്ല, എന്നാലും ഒന്ന് നിക്ക. അച്ചുമാമയ്ക്ക് എന്താ ഇവിടെ കാര്യം? ഈ അച്ചുമാമ ഒരു കാര്യമില്ലാതെ ഇവിടെ വരാറുള്ളൂ, കാരണമില്ലാതെ ഇറങ്ങി പോവാറുണ്ട്. സ്വന്തം ഭാര്യയും മക്കളും കൺമുന്നിലൂടെ ഇറങ്ങി പോകുമ്പോ ഒരു വാക്ക് കൊണ്ട് പോലും അവരെ തടയാത്ത നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അച്ഛനെ ഓർത്തിട്ട് തന്നെയാടാ, അച്ഛനായിട്ട് തന്നെയാ പറയണത്. ലക്ഷ്മിയമ്മേ, ഇവന്റെ ജീവിതം തകർക്കാനോ ഇവിടുത്തെ അവകാശം മേടിക്കാനോ വന്നവളല്ല. ഇവന്റെ അച്ഛൻ കണ്ണടയുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ച 2 മക്കളിൽ ഒരുവളാ ഇവള്. ഇവിടത്തെ അച്ഛന്റെ മോളാ. പറ്റിപ്പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നും സ്വയം കുറ്റപ്പെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണടഞ്ഞു പോയതുകൊണ്ട് ശകാരിക്കാനോ എതിർക്കാനോ കഴിഞ്ഞില്ല. പറഞ്ഞ വാക്ക് നെഞ്ചിലേറ്റാനേ കഴിഞ്ഞുള്ളൂ. പെരുമഴയത്ത് കുടയില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വെപ്രാളമായിരുന്നു അമ്മ എനിക്ക്. ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവൻ മോഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവൻ ഒരുത്തനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ. അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരിറക്കാൻ വന്നവനാ. അച്ഛന് വേണ്ടി വേണ്ട, ഇനിയും ആ അച്ഛന് വേണ്ടി നീ എന്റെ മുമ്പിൽ തലകുനിക്കരുത്. ഇതുവരെ നിന്നെ ശപിച്ച നാവ് കൊണ്ട് ഇനിയുള്ള കാലം നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ ഞാൻ. അരുത്. ഒരിക്കലും കയറി വരണമെന്ന് വിചാരിച്ചതല്ല. ബാലേട്ടനെ ഓർത്ത് ഓർക്കണം. ഈ തിരക്കിനിടയിൽ വിട്ടുപോയതാ എന്നാ വീടിന്റെ ആധാരം. ഇനി ഇത് സൂക്ഷിക്കാൻ പറ്റിയ ആള് നീയാ. അമ്മയുടെ പെട്ടിയിൽ നിന്ന് വെച്ച് പൂട്ടാൻ നിൽക്കണ്ട. വീണ്ടും ഞാനിത് അടിച്ചു മാറ്റിയാലോ? ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ ഈ ഏട്ടനെ മനസ്സിലാക്കാൻ എനിക്ക്. എന്താ ഇത്? വീട്ടിലെ വലിയേട്ടൻ കരയാ? എന്താ അമ്മാവായത്? ആകെ പ്രശ്നമായി. നമ്മുടെ പിശാരടി ചേട്ട പോലീസ് എന്തിന്? ആ ബാങ്കിലെ ലോക്കർ കുത്തി തുറന്ന ആഭരണങ്ങൾ അടിച്ചു മാറ്റിയത് അയാളുടെ ആഭരണങ്ങൾ തന്നെയാണ്. പക്ഷെ പോലീസുകാർക്കറിയില്ലല്ലോ. ലോക്കപ്പിലിട്ട് നേരിവട്ടം പെരുമാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കേട്ടെ. ഭ്രാന്തായി പോയെന്നും കേൾക്കുന്നുണ്ട്. അച്ഛാമ്മ എന്താ ചെയ്യാ? സാധാരണ എന്താ ചെയ്യാറുള്ളത്? അതിന്റെ പിന്നാലെ പോവും. അതങ്ങോട്ട് ചെയ്തോളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്കാ. ഫുൾ ടാങ്ക് ഉണ്ടല്ലേ? അപ്പൊ എങ്ങനാ? എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? വാ.